ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നത്. ഇന്ന് അനിയത്തി ഗൾഫിലേക്ക് പോവാണ്. അപ്പം ഞങ്ങളൊക്കെ ഓളെ വീട്ടിലേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. ഇന്ന് വൈകുന്നേരം പോകണം വിചാരിച്ചിന്. മക്കൾ സ്കൂളിൽ വിട്ട് വന്ന് ഓളെ കുളി നനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരം മൈരുഭാഗമായി കേട്ടോ. എന്താ ജന്ന മാറ്റിന് അല്ലുണ്ട് ഇന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാറ്റാൻ വേണ്ടി എന്താ കൽക്കൽ ഇരിക്കണം പറഞ്ഞ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ ഉണ്ടാക്കണേ. അവിടെ അരുവിലൊരു കമ്പി ഉണ്ടാവുന്നുണ്ടാവും. അപ്പം ജന്നക്കുട്ടിയൊക്കെ അവിടെ ഇരുന്ന് വെളിച്ചം കിട്ടണില്ല അല്ലേ. എന്താ ജന്ന ചേച്ച പോവേണോ? എന്താ ഓൻ തലക്ക് ഇരിക്കുള്ളൂ പറഞ്ഞ് നിൽക്കാണ്. വണ്ടിയിൽ കയറിക്കട്ടെ അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോവാട്ടോളെ വീട്ടിലേക്ക്. അപ്പം മക്കളൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ ഓരോ പാട്ട് അടിയിട്ടും അങ്ങനെയൊക്കെ കളിച്ചിട്ട് പോവല്ലേ. പിന്നെ നമ്മൾ വണ്ടികളൊക്കെ അങ്ങനെ പീടികൾ നോക്കുക അങ്ങനെയൊക്കെ ആയിട്ട് കളിച്ചിട്ടൊക്കെ പോവുക. പിന്നെ അവിടെ എത്തിയപ്പം പിന്നെ ഉമ്മ ഉണ്ടേനിട്ട് മുമ്പിൽ ഉമ്മയും അമ്മായിയും അമ്മോനൊക്കെ ഉണ്ടേനിട്ട് അമ്മായിൻ്റെ കുട്ടിയൊക്കെ ഉണ്ടേനിട്ട് മുമ്പ് തന്നെ. നമ്മളോളെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒത്ത് കയറിയിട്ടോ. അപ്പം ജന്നക്കുട്ടിക്ക് പന്തും അമ്മക്കുട്ടിയൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഓളം മല്ലില്ലൊക്കെ അയിമ കൂടിയിട്ടോ കളിച്ചാൻ. അപ്പോൾ പിന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ ഏട്ടത്തിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടത്തി വന്നപ്പോൾ ഞങ്ങൾ കളിച്ചാനൊക്കെ മക്കളെല്ലാവരോടും കളിച്ചാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ മക്കൾ വണ്ടിയൊക്കെ ഉണ്ടേനിട്ട് പൈസൻ്റെ വണ്ടിയൊക്കെ ഉണ്ടേനി. അപ്പോൾ അയിമ കളിച്ചില്ലുമ്പോൾ അമ്മക്കുട്ടിയായിട്ട് മക്കൾ പിന്നെ കച്ചറയ്ക്കും പിന്നെ ഫോൺ വേണം അല്ലെങ്കിൽ എവിടേക്കും പോയാൽ ഫോണ് അങ്ങനെയൊക്കെ ചോദിച്ചല്ല. ഇതിപ്പോൾ കളിച്ചാനൊക്കെ സാധനം കിട്ടിയപ്പോൾ മക്കൾ അയിമ കളിച്ചാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫോണുമ്മക്കൊന്നും പിന്നെ പോയില്ല. ടൈം മക്കൾ ബമ്മക്കുട്ടിയുമായിട്ടും പന്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരോടും പന്തായിട്ടും എല്ലാവരോടും അങ്ങനെ കളിച്ചു വിട്ടാൽ മക്കൾക്കൊന്നും പിന്നെ പോരാൻ തോന്നണില്ല ഇനി കേട്ടോ. പൂവിൻ്റെ ഇപ്പോൾ എയർപോർട്ടിൽ കാണും പറഞ്ഞ് നിൽക്കുകയാണ് ഇനി. അപ്പോൾ പിന്നെ എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടാണ് ഉള്ള ഇറങ്ങണം. അപ്പോൾ അതുവരെ നിൽക്കാൻ കഴിയില്ല. രാവിലെ മദ്രസയില്ലതല്ലേ, പോയി വരുമ്പോഴത്തേന് നേരം വെക്കും ചെയ്യും. അപ്പോൾ നമ്മളൊരു 9:30 10 മണിയാകുമ്പോൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. 9:30 ആയപ്പോൾ പിന്നെ പോകുന്നു അവിടെ നിന്ന്. പിന്നെ വീട്ടിലൊക്കെ എത്തി നമ്മളെ ഒന്നും ചെയ്യണ പരിപാടികളൊക്കെ മക്കൾക്ക് ഏതായാലും എഴുതിയിട്ടില്ല. ഇനി പിന്നെ മക്കൾ ഏതായാലും എഴുതിയിട്ടില്ല. മക്കൾ വേഗം പുതിയതൊക്കെ കഴിച്ചിട്ട് പിന്നെ വേഗം കടന്നുറങ്ങിയിട്ട മക്കൾ. പിന്നെ അന്ന് എഴുതി പഠിച്ചില്ല, അതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ രാത്രി അവിടെ നിന്ന് പോന്നു കേട്ടോ. ജന്നക്കുട്ടി ഞാൻ വേഴ്സ് കൊടുക്കുമ്പോൾ ആളിൻ്റെ ഒപ്പം നിൽക്കണം. അപ്പോൾ എന്താണ് സൗണ്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി ആകുമ്പോൾ നമുക്ക് ഒരു പകൽ പോകണ പോലെ അല്ലല്ലോ. രാത്രി പോകുമ്പോൾ നല്ല ഇഷ്ടട്ടോ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യണത്. നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ കാണാൻ വേറൊരു പ്രത്യേക ഒരു രസമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണ് ഈ രാത്രി ഇങ്ങനെ യാത്ര പോകുന്നത്? അതേപോലെ രാത്രി എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി നാളെ ചെറിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.